അപ്പോൾ രാത്രി 10:18 അപ്പോൾ ഞങ്ങൾ നാളെ നമ്മുടെ എന്താ പറയുക വീട് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഇത് ദർശന കളക്ഷൻ പാലക്കാട് എന്നുള്ള ആ കടയിൽ നിന്ന് കുറേ നമ്മൾ എന്താ പറയുക ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെക്കാനുള്ള ഡപ്പകളും കാര്യങ്ങളൊക്കെ ഈ സെഞ്ചിയിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പൂജാ സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ നാളെ വാസ്തു പൂജയ്ക്ക് ഉള്ള പൂജാ സാധനങ്ങളാണ്. പിന്നെ തേങ്ങകൾ, നിലവിളക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് രാത്രി ഫുള്ളായിട്ട് ഞാൻ സോവും കൂടിയിട്ട് അത് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്, അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലേ സൗമ്യ? അപ്പോൾ സൗവും ഞാനും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായി എടുത്തിട്ടേ. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിലായിട്ട് വരുത്തിയ പ്രോഡക്റ്റാണ്. ഓൺലൈനിൽ മീഷോ എന്നാണ്, ഫ്ലിപ്കാർട്ടിനാണ്, ആമസോണിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് പ്രോഡക്റ്റ് അടിപൊളിയാണ് സംഭവം. നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണിത്. കാണിച്ചു തരാം കേട്ടോ. ഇത് 12 എണ്ണമാണ് ഉള്ളത്. ഇത് പിടിക്കുക സാർ, പോണം. ഇതിങ്ങനെ ഫുള്ളായിട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചു കേട്ടോ. അതിലുപോലത്തെ പയറ്, കടലകൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു താണ് കേട്ടോ. അതിന് ഒരു അടപ്പുണ്ട് കേട്ടോ. അതല്ലേ നമുക്കിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതേപോലത്തെ 12 ഡപ്പകളാണ്. അതിൻ്റെ മൂടികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇതാട്ടോ ആ പത്രം. അപ്പോൾ ഇതാണ് ആ 10 ബോട്ടിലുകൾ കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഇടാനുള്ളതൊക്കെയാണ് ഇത്. നമ്മൾ പരിപ്പ്, ചെറുപയർ, വൻപയർ, അങ്ങനത്തെ ധാന്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഇടാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ധാന്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഈ ബോട്ടിലുകളിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാണല്ലേ. നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ട് നമ്മുടെ അടുക്കളൻ്റെ സെൽഫിലൊക്കെ കൊണ്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. അടിപൊളിയുണ്ട്. 2, 4, 6, 8, 10 ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിതിൽ മൂടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇടാം കേട്ടോ. ഇത് നമ്മൾ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് കേട്ടോ കേസ് കാണാൻ. നല്ല ഭംഗിയില്ലേ? ഇനി കുറേ സംഭവങ്ങൾ അവിടെ നമുക്ക് എന്താ പറയുക ഇതുണ്ടല്ലേ, മഞ്ഞപ്പൊടി, ഉലുവ, നമ്മുടെ കടുക്, ചായപ്പൊടി, മുളക് പൊടി, അതൊക്കെ ഉണ്ട്. സാമ്പാർ പൊടി, ഇതൊക്കെ നമുക്ക് ഇതേപോലുള്ള ഓരോ പാക്കിംഗ് ആയിട്ട് ആക്കണം. പിന്നെ ഫസ്റ്റ് നമ്മൾ വീടിരിക്കുമ്പോൾ ആദ്യം കൊണ്ടുപോകണത് ഉപ്പും നമ്മുടെ ഉപ്പും പുളിയൊക്കെയാണല്ലോ കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം. അതൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ പണി. അതായത് രാത്രിയായി, 10-10:30 എന്നാലും നാളെ നമുക്ക് അവിടെ പോയി ക്ലീൻ ചെയ്തിട്ടെല്ലാം കൊണ്ട് വെക്കണം. നാളെ വൈകുന്നേരത്ത് പൂജയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കട്ടെ കേസ്. ഓക്കെ. അപ്പോൾ നമ്മളെ വാസ്തുപൂജ എന്നാണ് കേസ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ പുളി, ഉപ്പ്, മഞ്ഞളും കൊണ്ട് അമ്മ കയറുകയാണ്. അമ്മ കയറിക്കോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ നമ്മുടെ വീട് നമ്മളിരിക്കുമ്പോൾ ആദ്യം കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കൊണ്ടുപോയി. ഇനി ഒരു കുടം വെള്ളവും കൂടി ആക്കി കയറ്റണം അല്ലേ ബാബാ? അത് നേരെ നമ്മൾ അടുക്കളയിലാണ് കൊണ്ടുവയ്ക്കുക. ലൈറ്റ് എടുക്കാം. ഓക്കെ അണ്ണാ, താങ്ക് യു. സൗമ്യം വാ, കൂടെ വാ. അപ്പോൾ ആദ്യത്തെ കുടം വെള്ളം നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. അമ്മയാണ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൗമ്യമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ കുടം വെള്ളം അല്ലേ? ഓ എങ്ങനെയുണ്ട്? എല്ലാം അടിച്ച് ഞങ്ങൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി എന്നല്ലേ. റൂമുകളൊക്കെ സൂപ്പറായി വൃത്തിയാക്കി. നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ, നമ്മുടെ ഒരു അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അണ്ണനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. തങ്കവേലണ്ണ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഗിഫ്റ്റ് നമ്മുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് മൂപ്പരൊക്കെ പോയി.
അപ്പോൾ ഇനി വൈകുന്നേരത്താണ് പൂജകൾ കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഇനി അപ്പം കാണാം. നമ്മുടെ ബന്ധുക്കാർ കുറച്ച് പേരൊക്കെ വരാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇതിലൂടെ ആഡ് ചെയ്യട്ടോ. അപ്പോൾ അവരൊക്കെ പോയ ശേഷം സൗമ്യൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ വന്നു. അപ്പം തന്നെ നമ്മുടെ അളിയൻ കൊടുത്തു വിട്ട സോഫൻ്റെ ആളുകളും വന്നു കേട്ടോ. അപ്പോൾ അളിയനാണ് നമ്മുടെ അവിടെ ഒരു അടിപൊളി കോർണർ സോഫ തന്നത്. കണ്ടില്ല, ഇത് അടിപൊളി സോഫ. അപ്പോൾ എല്ലാവരും വന്നതും അതിൽ ഇരിക്കാനും നമുക്കൊരു സൗകര്യമായി കേട്ടോ. അപ്പോൾ അളിയനും പെങ്ങൾക്കൊക്കെ ഒരുപാട് താങ്ക്സ്. എന്താ പറയുക, വളരെ സന്തോഷം കേട്ടോ. ഇത് സൗമ്യൻ്റെ ചെറിയച്ഛനാണ്. അപ്പോൾ ഇവരൊക്കെ ആ സമയത്ത് തന്നെ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ പാർട്ടിക്കാരൻ്റെ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലക്ഷന് ജയിച്ചിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം കേട്ടോ, അതായത് 14-12 കേസ്. അപ്പോൾ അന്നത്തെ ദിവസമായിരുന്നു നമ്മുടെ വീടിൻ്റെ വാസ്തു പൂജ കേട്ടോ. അപ്പോൾ നമ്മുടെ യാക്കരയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ യാക്കരയിൽ ആ ക്ഷേത്രത്തിലെ തിരുമേനിയാണ് വാസ്തു പൂജയും നമ്മുടെ ഗണപതി ഹോമവും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തിരുമേനി വന്നിട്ട് അതിൻ്റെ കളങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വാസ്തു പൂജയും നാളെ രാവിലെ എണീച്ച് കഴിയുമ്പം ഗണപതി പൂജയും അങ്ങനെയാണ് കേട്ടോ കേസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളങ്ങളൊക്കെ വരച്ച് ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കേട്ടാ നമ്മുടെ വീട് ഓപ്പണിംഗ് ആണ് നാളെ. അറിയോ? അനുവിനെ അറിയില്ലേ? അമ്മ പേരൊക്കെ എഴുതിയില്ലേ? പൊടി കമോൺ. അങ്ങനെ വാസ്തുപൂജയ്ക്കുള്ള കളങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ തിരുമേനി നിലവിളക്കുകളൊക്കെ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നമ്മുടെ പൂജാ സാധനങ്ങളും എല്ലാം അവിടെ വെച്ചിട്ട് ഇനി നമ്മൾ വാസ്തുപൂജ ഇപ്പോൾ നടത്താൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വാസ്തുപൂജൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് ആ തിരുമേനി പൂജ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രേട്ടനും നമ്മുടെ മാഷും വൈഫും എല്ലാവരും കൂടി ചേച്ചി എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അമ്മായിയും എല്ലാവരും കുട്ടാട്ടൻ നമ്മുടെ തൊട്ടടുത്തുള്ള കുട്ടാട്ടനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ.
शत्रुदोष रामदोष आगिर्दोष आमृतदोष आदृष्टिदोष शत्रुदोष सर्वदोषं दुर्दुरिसतनुनाशयाम आयुर्योग्यं मर्त्येवक्रिया ഏണി അധികം ഏണി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് പോകതി ഏണി മാറ്റി ആരൊക്കെ അപ്പോൾ നമ്മുടെ വാസ്തുപൂജ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റും വലമൊക്കെ വെച്ചിട്ട് നമ്മുടെ തിരുമേനി ഇനി അകത്തേക്ക് കയറാൻ നിലവിളക്ക് കൊണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനിത് അനുമോള് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെങ്ങൾ അവിടെ ഉണ്ട്, അമ്മയും ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും, അതായത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ ദിവസം വന്നു. ഇന്നൊക്കെയാണ് നമ്മൾ പാല് കാച്ചിട്ട് നമ്മുടെ വീട് ഗൃഹപ്രവേശം ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ തിരുമേനി ഇതാ നമ്മുടെ പൂജാ സാധനങ്ങളും എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഹോമകുണ്ടമൊക്കെ തിരുമേനി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രസാദങ്ങളും തിരുമേനി കൊണ്ടുവന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മളെ വാതിലിൻ്റെ കട്ടളയിലൊക്കെ ഇടുന്ന പൂക്കളും പിന്നെ കുറച്ച് സാധനങ്ങളുമാണ് നമ്മൾ ചകിരി അങ്ങനെ നമ്മൾക്ക് ഈ ഹോമകുണ്ടം വെക്കാൻ അതിനടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എംസാൻഡ് മണലുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ തിരുമേനി തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അനുക്കട്ടൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് വന്ന പൂക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ വാതിലിൻ്റെ കട്ടളിയിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്തു. ഇത് കാണില്ലേ, നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ ഈ ചെയറുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. തിരുമേനി വന്ന് പൂജ തുടങ്ങാൻ, അതായത് നമ്മുടെ ഗണപതി ഹോമം തുടങ്ങാൻ സമയമായി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഹോമകുണ്ടങ്ങളും നമ്മുടെ പൂജ എല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ അധികം സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഞങ്ങൾ. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ സ്വന്തം വീടിൻ്റെ പാല് കാച്ചൽ ആ ഒരു പ്രക്രിയ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേസ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോഴേക്കും തിരുമേനി വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം നിലവിളക്ക് ഒരു തിരി കത്തിച്ചു, പിന്നെ സൗമ്യ കത്തിച്ചു, പിന്നെ അമ്മ വന്നോട്ടോ, അമ്മയും തിരി കത്തിച്ചു. അതിന് ശേഷം അച്ഛനും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി തിരിയൊക്കെ കത്തിച്ച് രമണാം രമണസ്പരമാശ്വരസാദരം ശ്രോതൃം ശബ്ദമാം രമണസ്പരം സീരസിരസും സീരപ്രസീരം രാജത്വം ശ്രോതൃം ശബ്ദമാം രമണസ്പരം രാജരത്നം രാജരദ്രകം മുഖാമകീരമിത്രാകരണാദർശന രാജസോമദ്രദ്രകം ഭീമായ മുഖപതിരത്വം പ്രജാപത്യം ഭഗവക്ഷീരത്തിരാരോധീമാമി മുരാധാരം. അപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുപ്പിൽ നമ്മൾ പാല് കാച്ചാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരുമേനി ഇവിടെ ഇതൊക്കെ വരച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സൗമ്യ അതിന് മുമ്പ് തന്നെ ഒരു കുടം വെള്ളം എടുത്തിട്ട് ചുറ്റി വരണം പറഞ്ഞിട്ട് സൗമ്യയാണ് പോയിട്ട് അങ്ങനെ ചുറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെളിയിൽ പോയിട്ടുണ്ട്, വെളിയിൽ നിന്നുണ്ട്. ആ
അങ്ങനെ പാല് കാച്ചാനുള്ള നേരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിരുമേനി വന്നിട്ട് വേണം നമ്മൾ ചെങ്കല്ല് കൊണ്ട് അടുപ്പ് ആക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരുമേനി ചെങ്കല്ലുകളൊക്കെ കൊണ്ടുവന്നു നമ്മളത് കത്തിച്ച് തരാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ കേസ്. അത്രയും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാലം വാടകയ്ക്ക് ഇരുന്നിട്ട് പുതിയതായിട്ടൊരു വീട് കെട്ടുമ്പോഴുള്ളൊരു മനസ്സിനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അളിയനൊക്കെ വന്നതെല്ലാം തിരുമേനിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി പാല് കാച്ചുന്ന കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചൂടൽ വെച്ച് വെച്ചിട്ട് കുറച്ച് നെയ്വാണെങ്കിൽ ചട്ടി വെക്ക് ആദ്യം ചട്ടി വെക്കാനേ. ആ ചട്ടി വെക്കാം, അത് വെച്ചോ. ഓ ശരി. ഓക്കെ ബൈ. നിറഞ്ഞു വന്നതാ. അത്യാവശ്യമായിട്ട് തന്നെ പോയിട്ടോളേ.
പോയി ഒരൊറ്റ കൊന്തൽ കൊന്നില്ലേ മതിയല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ പാല് കാച്ചിൽ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം എന്താ പറയുക, നമ്മുടെ കുട്ടേട്ടൻ സ്വാമി വന്നിട്ട് നമ്മുടെ ഏട്ടനും ഇത് ഏട്ടനുണ്ട എൻ്റെ ബ്രദറാണ്. അപ്പോൾ ഏട്ടനും എല്ലാവരും കൂടി നമ്മുടെ കുമ്പളങ്ങ ഒക്കെ കെട്ടി നമ്മൾ ഫ്രണ്ടിൽ തൂക്കാൻ വേണ്ടി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്താ പറയുക, ആളുകളൊക്കെ വന്നു. ഭക്ഷണമൊക്കെ ഇത് വലിയച്ഛനാണ്, എൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാർ, നമ്മുടെ മക്കൾ ചേച്ചി, അങ്ങനെ നമ്മുടെ കോയമ്പത്തൂരിൽ നമ്മുടെ ഫാമിലിയായിട്ട് അച്ഛനും ഒരു ഏട്ടനും ഉള്ളൂ. അപ്പോൾ അവരുടെ മകനും മകളും അവരുടെ ഫാമിലിയും ഒക്കെ കൂടിയാണ്. ഇത് എൻ്റെ ഭാര്യൻ്റെ സൗമ്യൻ്റെ മാമനാണ്. പിന്നെ ആ നിൽക്കുന്ന കുട്ടി ചേച്ചീൻ്റെ മകളും, അങ്ങനെ ആ ഫാമിലി കേട്ടോ കേസ്. ഇത് ചെറിയമ്മ, അതെൻ്റെ പെങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, കുട്ടിയോട് സംസാരിച്ചിട്ട്. പിന്നെ മാമനും സുധിയും സ്വാതിയും പിന്നെ ഭാര്യയുടെ ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും എല്ലാവരും വന്നുട്ടോ കേസ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ പിരിയുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം കുറേ പേര് പിന്നെ നമ്മുടെ പുഴക്കിൽ നമ്മുടെ നാട്ടിലുള്ളതാ നമ്മുടെ സിജോട്ടനും ലോഡിങ് ആയിട്ടുള്ള എല്ലാവരും, സുരാജേട്ടനും ഗണേശേട്ടനും, അങ്ങനെ എല്ലാവരും. സുര നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് ഒക്കെ ചെയ്ത്, സുര നമ്മുടെ നെയ്ബറാണ്, തൊട്ടടുത്ത വീടാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോയിട്ട് കേസ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫാമിലി കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്താൽ അതൊക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസുകളൊക്കെയാണ് കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്ട് കേസ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അൺബോക്സിങ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ 1-2 പാലക്കാട് ഫെസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ പാലക്കാട്. അപ്പോൾ ഞങ്ങൾ വീട് ഓപ്പണിംഗ് ഡേ തന്നെയാണ് അത് അവിടെയും ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പാലക്കാട് ഫെസ്റ്റിൻ്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മളിനി അടുത്തത് വരുന്നുണ്ട് കേസ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടെ കേസ്, ഈ കുഞ്ഞു ചാനൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേസ്. അപ്പോൾ ഇനി നമ്മളെന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.